എന്ത് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് സീനിൽ മഹാഭാരത യുദ്ധം കാണിക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞൊരു ഇൻ്റർവെല് കഴിഞ്ഞ് പടം വേറെ ലെവലാവുക. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ, അതെന്ന് വെച്ചാൽ സീനിയർ മുതൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ കയറി തകർത്ത് വാരി. ഒന്നും പറയാനുള്ളൂ, അടിപൊളി പടം തന്നെ. സൂപ്പർ മേക്കിങ്, ബോളിവുഡ് പടങ്ങൾ വലിയ മേക്കിങ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനേ ഒരു ട്രെയിലറൊന്നും കണ്ടപ്പോൾ ഒന്നും ഇത്രയൊന്നും ഓർത്തില്ല പടം. പക്ഷെ വേറെ ലെവലായിരുന്നു, സൂപ്പർ അടിപൊളി ബോളിവുഡ് ലെവൽ പടം. നല്ല വിഷ്വൽസാണ്, നല്ല മേക്കിംഗ് ആണ്, എല്ലാം കൊണ്ട് തകർത്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. പ്രഭാസും അമിതാഭ് ബച്ചനും കട്ടക്കി. അങ്ങനെയായിട്ട് അല്ല, അത്ര അങ്ങനെയല്ല, ഇത് വേറെ രീതിയിലുള്ള പടമാണ്. രാമായണത്തിൻ്റെ ദുൽഖറിന് ചെറിയൊരു റോളാണ്, തകർത്തിട്ടുണ്ട്. ആ മുടിയൊക്കെ വളർത്തി നല്ല സ്റ്റൈലായിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. പടം കൊള്ളാം. അടിപൊളി. കലക്കി. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഇന്ത്യയിലെ പ്രഗത്ഭരായ എല്ലാ നടന്മാരും തകർത്താടിയ പടമാണ്. KGF-ന് ശേഷം ഒരു വൈബ് കിട്ടിയേക്കുന്ന ഒരു സാധനമാണ് കൽക്കി. പ്രഭാസിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഇനി എന്താ പറയാ, ഒരു തിരിച്ചുവരവെന്ന് പറയില്ല, അമ്മാതിരി തിരിച്ചുവരവാണ്. കിടുപ്പണം, കൊള്ളാം. എല്ലാ കാലഘട്ടം, മഹാഭാരതം തൊട്ട് ഈ കാലഘട്ടം വരെയുള്ള ഒരു ജനറേഷൻ വരുന്നുണ്ട് അതിൽ. പിന്നെ ഗ്രാഫിക്സ് ആണെങ്കിലും എവരി ഏരിയ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭാസ് ഒരു ഹെവി, അത് കൂടുതലൊന്നും പറയില്ല. പ്രഭാസ് കലക്കി. മേക്കിംഗ് മാഡ് മാക്സും ഒരു ഫസ്റ്റ് ഹാഫ് അത്ര എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഹാഫും ആ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും ആ കൽക്കി യൂണിവേഴ്സ് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ്. പ്രഭാസിനേക്കാളും നമുക്ക് ബാക്കിയുള്ളവരെ, അമിതാഭ് ബച്ചനൊന്നും ഒരു രക്ഷയില്ല. എന്ത് രസമാണെന്നറിയോ, അമിതാഭ് ബച്ചൻ, ദീപിക, ശോഭന, കമൽഹാസൻ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചു. പ്രഭാസ് ആ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എടുത്തുമ്പോഴത്തേക്കുണ്ടല്ലോ വേറെ ഒരു പുതിയ അവതാരമാണ് വന്നേക്കുന്നത്. എന്തായാലും സെക്കൻഡ് ഹാഫിന് കട്ട വെയിറ്റിംഗ്. പക്ക മാസമാണ്. സെക്കൻഡ് ഹാഫ് ഫുള്ള് അടിപൊളിയാണ്. കുറേ സീൻസും കാര്യങ്ങളൊക്കെ ബോളിവുഡിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ സീൻസൊക്കെയാണ് കാണിച്ചത്. അതിനുള്ള കാണാനുണ്ടത്, അതിനുള്ളതുണ്ട്. എല്ലാവരും അടിപൊളിയാണ്. ദുൽഖറിന് വെച്ചാൽ ചെറിയ റോളാണ്, അത്ര റോള് ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം റോളുണ്ട്. ശോഭനക്കൊക്കെ അത്യാവശ്യം നല്ല റോളാണ്. എക്സ്പീരിയൻസ് എന്ന് പറയാൻ എന്താ, നമ്മളെ പടം കണ്ടു കഴിഞ്ഞാൽ ആകെ നമ്മളെന്തോ വിസ്മയിച്ച് പോകുന്നതല്ല, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത പോലത്തെ ഒരു മേക്കിങ്ങും ഗംഭീര പരിപാടി. ഇപ്പം നമ്മൾ പ്രഭാസിൻ്റെ സിനിമകൾ എപ്പോഴും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുള്ളി ഒരുപാട് ക്യാരക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ പ്രകടനം മാത്രമല്ല, നമുക്ക് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ശോഭനയുടെ പ്രകടനമാണെങ്കിലും എന്താണ് DQ കുറച്ച് സീനിലുള്ളെങ്കിലും പുള്ളിയുടെ പ്രകടനമാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. നമ്മൾ ശരിക്കും തിയേറ്ററിൽ എന്താ പറയുക, നമ്മളതൊരു വല്ലാത്തൊരു അത്ഭുതത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയ ഒരു പ്രതീതിയാണ് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ദീപിക പാദുക്കോൺ, നമുക്ക് ഓരോരുത്തരെ എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ട് മേക്ക് ചെയ്ത ഒരു കണ്ണഞ്ചി പറിക്കുന്ന പ്രകടനം.